നമസ്കാരം മക്കളെ ഇന്ന് നടന്ന മാത്സിന്റെ ക്രിസ്മസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. മക്കളെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ കുറച്ച് കുട്ടികളൊന്ന് പകച്ചു പോയായിരുന്നു. കുറച്ച് കുട്ടികളെങ്കിലും ഒന്ന് പകച്ചുപോയി. കാരണം കുറച്ച് കുറച്ച് ടഫാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സിമ്പിളായിട്ട് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ, അതുമാത്രമല്ല ഇൻ്റഗ്രൽസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതുവരെ ചോദിക്കാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഏകദേശം 2 പേജോളം എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അവർ 2 മാർക്കിനൊക്കെ ചോദിച്ചിരിക്കുന്നത്. എനിക്കറിയത്തില്ല അവരെന്താ ഉദ്ദേശിക്കണേന്ന്. ഈ പ്രെഡിക്റ്റ് ചെയ്യുന്നവരെ ഒന്ന് ചലഞ്ച് ചെയ്യുന്ന രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻസ്. ഇന്ന ക്വസ്റ്റ്യൻ വരും എന്നൊക്കെ പറഞ്ഞ് ടീച്ചേഴ്സ് ആണെങ്കിലും ഇപ്പോൾ എല്ലാവരും എൻ്റെ കുട്ടികളോടാണെങ്കിലും ഇപ്പോൾ ഓരോരോ ടീച്ചേഴ്സ് അവരുടെ കുട്ടികളുടെയൊക്കെ പറയും ഇന്ന ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേ അവർ അങ്ങനെയുള്ള പ്രഡിക്ഷനെയൊക്കെ തകർത്തുകൊണ്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസും വരരുതെന്ന രീതിയിൽ ഉള്ള ക്വസ്റ്റ്യൻസാണ് ചില ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ചിലതൊക്കെ ഡയറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുട്ടികളുടെ കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കിയെങ്കിൽ പോലും അവർ ആ ടൈം ലിമിറ്റുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, ഫൈനൽ എക്സാമിൻ്റെ ഒരു ഈ രീതിയിലായിരിക്കും എന്നുള്ളൊരു സൂചനയാണ് അവർ തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും റിലേഷൻ ഓഫ് ഫംഗ്ഷൻ എന്നായിരുന്നു. സാധാരണ ചോദിക്കാറുള്ള പോലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല, അവർ ഒന്നുകൂടെ കറക്റ്റ് തിരിച്ച് ചോദിച്ചിരിക്കുകയാണ്. 2, 3 എന്ന് പറയുന്ന ഈ R എന്ന് പറയുന്ന 2, 3 എന്ന് പറയുന്ന സെറ്റ് മാത്രമാണെങ്കിൽ അത് റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണോ എന്ന് ചോദിച്ചത്. ആ ട്രാൻസിറ്റീവ് ആണ്. കാരണം 2, 3 വെച്ച് വേറൊരു പേര് തുടങ്ങുന്നില്ലെങ്കിൽ അത് ട്രാൻസിറ്റീവ് ആയിരിക്കും. സോ അത് ട്രാൻസിറ്റീവ് ഒള്ളിയാണ് എൻ്റെ ആൻസർ. സോ അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ഇക്വലൻസ് റിലേഷൻ ആകണമെങ്കിൽ ഏതൊക്കെ പേയേഴ്സ് അതിനകത്ത് വേണമെന്നാണ്. സോ 1, 2, 2, 3 ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും 1, 2, 3 എന്ന് പറയുന്നതാണ് നമ്മുടെ സെറ്റെങ്കിൽ 1, 1, 2, 2, 3, 3 കാണണം. പിന്നെ പോരാത്തതിന് 1, 2 ഉള്ളതുകൊണ്ട് തിരിച്ച് 2, 1 കാണണം. 2, 3 ഉള്ളതുകൊണ്ട് 3, 2 കാണണം. പിന്നെ ഇവിടെ 1, 3 കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് ട്രാൻസിറ്റീവ് ആകത്തുള്ളൂ. സോ 6 പേയേഴ്സ് നമുക്കിവിടെ കാണും. 6 എണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ അത് ഇക്വലൻസ് റിലേഷൻ ആകത്തുള്ളൂ. സോ അത് 6 എണ്ണം എഴുതിയിട്ടുള്ളവർക്ക് ആ 2 മാർക്ക് കിട്ടും. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ വളരെ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ആൻസേഴ്സ് ഒക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ചെയ്ത് പോയി സമയം കളയുന്നില്ല, കാരണം നിങ്ങൾക്ക് നാളെ കെമിസ്ട്രി എക്സാം ഉണ്ട്. സോ പെട്ടെന്നൊന്നും നിങ്ങൾക്ക് നോക്കി പോകാനുള്ളൂ. പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ച് ടാൻ ഇൻവേഴ്സിൻ്റെ അത് പ്രിൻസിപ്പൽ വാല്യൂ സൈൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ് ഒക്കെ അത് ഡയറക്റ്റ് ചോദിച്ചുകൊണ്ടിരുന്നത്. ഇത്തവണ ടാൻ ഇൻവേഴ്സ് ചോദിച്ചിട്ടുണ്ട്. അത് പഠിച്ചവർക്ക് സിമ്പിളായിട്ട് എഴുതാം. നെക്സ്റ്റ് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് കോട്ട് ഇൻവേഴ്സ്. കോട്ടിനകത്ത് നെഗറ്റീവ് വന്നാൽ പൈ മൈനസ് എന്ന് എഴുതണം. കൊസീക്കിനകത്ത് നെഗറ്റീവ് വന്നാൽ മൈനസ് എന്ന് എഴുതിയിട്ട് വേണം എഴുതാൻ. സീക്കിനകത്ത് 2 വന്നാൽ ഡയറക്റ്റ് എഴുതാം. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 5π/6 എന്ന് കിട്ടും. അല്ലെങ്കിൽ 150 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, എയും ബി സിമെട്രിക് ആണെങ്കിൽ AB - BA. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. AB - BA എന്ന് പറഞ്ഞാൽ അത് സ്ക്യൂ സിമെട്രിക് ആയിരിക്കും എന്ന് ഓർക്കുക. വാല്യൂ ഓഫ് എക്സ്, ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് എക്സിൻ്റെ. ഇത് എന്താ പറയേണ്ടത് എനിക്കറിയാം. സാധാരണ കുട്ടികൾക്ക് സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് സാധാരണ മെട്രിക്സ്. ഇത് വലിയ ടഫ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇത് മിസലേനിയസ് എന്ന് പറയുന്ന ആ പോർഷനിൽ കിടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മിസലേനിയസ് ഇത് സാധാരണ അങ്ങനെ ചോദിക്കാത്തതാണ്. കാരണം അത് കുറച്ചും കൂടെ എക്സ്ട്രാ ക്വസ്റ്റ്യൻ വേണ്ട കുട്ടികൾ, കുറച്ചുകൂടെ ചലഞ്ചിങ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് മിസലേനിയസ് എന്ന് പറഞ്ഞ പോർഷൻ കൊടുത്തിട്ടുള്ളത്. സോ അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അറിയാമല്ലോ, നിങ്ങൾ അത്രത്തോളം നന്നായിട്ട് കൺസെപ്റ്റ് പഠിക്കണമെന്നുള്ളതാണോ, അതോ ക്വസ്റ്റ്യൻ ഇടാൻ അവർക്ക് അത്രയും മിടുക്കുണ്ടെന്ന് കാണിക്കാനാണോ എന്ന് എനിക്കറിയാമല്ലോ അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ എടുത്തിട്ടിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ സെയിം ക്വസ്റ്റ്യൻ ആണ്, നമുക്കൊന്നും പറയാനില്ല. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇങ്ങനെ കിട്ടും. ഡയറക്റ്റ് മൾട്ടിപ്ലൈ തന്നെ ഉള്ളൂ. പക്ഷേ ഇത് വലിയ ടഫൊന്നും അല്ല. ഞാൻ പറയുമായിരുന്നു മിസലേനിയസ് എന്ന് ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടു. കാരണം ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് അല്ലാതെ ഉണ്ട്. അതിൽ നിന്നൊന്നും ഇടാതെ മിസലേനിയസ് എന്ന് ക്വസ്റ്റ്യൻ പെറുക്കിയിട്ട് കണ്ടിട്ടാണ് എനിക്ക് ചിരി വന്നത്. ഓക്കെ, എന്തായാലും അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x = -1 എന്ന് കിട്ടും. ചെയ്തിട്ടുണ്ട് കുട്ടികൾ, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, ചെയ്തിട്ടുണ്ട്. അത് കിട്ടിയെങ്കിൽ ഓക്കെ. നാലാമത്തെ ക്വസ്റ്റ്യൻ സാധാരണ ഇത് ചോദിക്കാറുള്ള sin x + cos x ആണ്. ഇത് പല കുട്ടികൾക്കും തെറ്റിയിട്ടുണ്ടെന്നുള്ള 100% ഉറപ്പാണ്. പല കുട്ടികൾക്കും തെറ്റിയിട്ടുണ്ട്. എനിക്കറിയാൻ മേല എത്ര കുട്ടികൾ ശരിയാക്കിയിട്ടുണ്ടെന്ന്. sin x + cos x ആയിരുന്നെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ ഇവിടെ sin x - cos x, അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു. ഇൻക്രീസിങ് ഡിക്രീസിങ് ആണ്. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ cos x + sin x എന്ന് വരും. സോ ഡെറിവേറ്റീവ് = 0 എന്ന് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വരും. സോ രണ്ട് സൈഡിലും cos x വെച്ച് ഡിവൈഡ് ചെയ്താണ് കേട്ടോ രണ്ട് സൈഡിൽ ഇത് cos x = -sin x എന്ന് കിട്ടും. സോ രണ്ട് സൈഡിൽ ഞാൻ cos x വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ ഇവിടെ 1 കിട്ടി, ഇവിടെ -tan x കിട്ടി. സോ മൈനസ് ഇപ്പുറത്തേക്ക് എടുത്തപ്പോൾ tan x = -1 എന്ന് കിട്ടി. tan x 1 ആണെങ്കിൽ നമുക്കറിയാം π/4 ആണ്. അപ്പോൾ ഇവിടെ 0 to π എന്ന് കൊടുത്തിട്ടുണ്ട്. 0 തൊട്ട് π വരെയാണ്. അപ്പോൾ ഇവിടെ തൊട്ട് ഇവിടം വരെയാണ് നമ്മുടെ ഇൻ്റർവെൽ എങ്കിൽ ഫസ്റ്റ് ഇൻ്റർവെല്ലിൽ tan പോസിറ്റീവ് ആണ്, സെക്കൻഡ് ഇൻ്റർവെല്ലിൽ tan നെഗറ്റീവ് ആണ്. സോ അവിടെ എടുക്കുമ്പോൾ π - π/4 എന്ന് എടുക്കണം, എങ്കിൽ മാത്രമേ ആ ആംഗിൾ കിട്ടത്തുള്ളൂ. സോ x = 3π/4 കിട്ടും. സോ നമ്മുടെ ആ വാല്യൂ എന്ന് പറയുന്നത് ആ ചേഞ്ചിങ് വാല്യൂ 3π/4 ആണ്.
3π/4 ചെറിയൊരു വാല്യൂ ഏതെങ്കിലും ഇട്ട് കൊടുക്കുക എക്സിന്. ഞാൻ 0 ഇട്ട് കൊടുത്തു. അപ്പോൾ എക്സിന് f'(x)ൻ്റെ സ്ഥാനത്ത് എക്സിന് 0 എന്ന് ഇട്ട് കൊടുക്കുമ്പോൾ cos 0 പ്ലസ് sin 0 എന്ന് കിട്ടും. cos 0 1 ആണ്, sin 0 0 ആണ്. അപ്പോൾ പോസിറ്റീവ് കിട്ടി. അപ്പോൾ ഇവിടെ പോസിറ്റീവ് എന്ന് എഴുതാം. പിന്നെ 3π/4 വലിയ ഏതെങ്കിലും വാല്യൂ പൈ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ cos π പ്ലസ് sin π എന്ന് വരും. cos π -1 ആണ്, sin π 0 ആണ്. സോ നെഗറ്റീവ് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നെഗറ്റീവ് എന്ന് എഴുതിയത്. സോ f'(x) > 0 കിട്ടുന്നത് ഈ ഇൻ്റർവെല്ലിലാണ്. f'(x) <0 കിട്ടുന്ന ഈ ഇൻ്റർവെല്ലാണ്. സോ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആയിട്ടുള്ള ഇൻ്റർവെൽ ഇതും സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആയിട്ടുള്ള ഇൻ്റർവെൽ ഇതാണ്. കുറച്ച് പേരെങ്കിലും അത് കറക്റ്റ് ചെയ്ത് കാണും. നെക്സ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫസ്റ്റത്തെ ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം താഴത്തേൻ്റെ ഡെറിവേറ്റീവ് മുകളിൽ കിടപ്പുണ്ടല്ലേ. cos x-ൻ്റെ ഡെറിവേറ്റീവ് ഇതേ -sin x, sin x-ൻ്റെ ഡെറിവേറ്റീവ് cos x. താഴത്തേൻ്റെ ഡെറിവേറ്റീവ് ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് മുകളിൽ അതേപോലെ കിടപ്പുണ്ടെങ്കിൽ മക്കളെ ലോഗ് ഡിനോമിനേറ്റർ എന്ന് എഴുതാം. ലോഗ് മോഡ് ഡിനോമിനേറ്റർ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ, ലോഗ് മോഡ് ഡിനോമിനേറ്ററിലെ ഈ ഒരു വേരിയബിൾ എഴുതിയിട്ടുണ്ടെങ്കിൽ മക്കൾ അതിന് ഒരു മാർക്ക് കിട്ടും. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മളതിനെ സ്പ്ലിറ്റ് ഇൻ ദ മിഡിൽ ടേം ചെയ്ത് കംപ്ലീറ്റ് ഇൻ ദ സ്ക്വയർ ആക്കണമായിരുന്നു. സോ അങ്ങനെ ആക്കി കഴിയുമ്പോഴത്തേക്കും കണ്ടല്ലോ, ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. വേണ്ടവർക്ക് നോട്ട് ചെയ്യാം. x+3 ഹോൾ സ്ക്വയർ പ്ലസ് 4 എന്ന് വരും. സോ x-3 x+3 അല്ല x-3 ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്ന് കിട്ടും. സോ അത് 1/a tan ഇൻവേഴ്സ് x/a എന്നാണ്. എക്സിന് പകരം ഇവിടെ x-3 ആയതുകൊണ്ട് x-3/2 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ കിട്ടും. സോ ആറാമത്തെ ക്വസ്റ്റ്യൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരുന്നു. ഓർഡറും ഡിഗ്രിയും കണ്ടുപിടിക്കാനാണ്. മക്കളെ സിമ്പിളായിട്ട് അറിയാവുന്ന കാര്യമാണ്. കാരണം ഇതിൻ്റെ ഓർഡർ എന്ന് പറയുമ്പോൾ ഹയസ്റ്റ് ഓർഡർ 2 ആണ്. സോ അതിൻ്റെ പവർ എന്ന് പറയുമ്പോൾ 1 ആണ്. സോ ഡിഗ്രി 1 ഓർഡർ 2. സെക്കൻഡ് സോൾവ് ചെയ്യാനാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വേരിയബിൾ സെപ്പറബിൾ. സോ അതൊന്നും നോ പ്രോബ്ലം. അത് 1 + y² ഇങ്ങോട്ട് എടുത്തു, 1 + y² ഇങ്ങോട്ട് എടുത്തു, dx മുകളിലേക്ക് കൊണ്ടുപോയി. ഓക്കെ, അതാണ് ഇവിടെ ചെയ്തത്. സോ രണ്ടിന് ഇൻ്റഗ്രൽ എടുക്കുമ്പോഴത്തേക്ക് ഇത് tan ഇൻവേഴ്സ് എക്സിൻ്റെ tan ഇൻവേഴ്സ് വൈഡ് ഇൻ്റഗ്രലാണ്, ഇത് tan ഇൻവേഴ്സ് എക്സിൻ്റെ ഇൻ്റഗ്രലാണ്. ഡയറക്റ്റ് എഴുതാം. ടെക്സ്റ്റ് ബുക്കിലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അതൊന്നും കുഴപ്പമില്ല. ഏഴാമത്തെ ക്വസ്റ്റ്യൻ മക്കളെ കഴിഞ്ഞ വർഷം എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. A.B യും A×B യും ഈക്വൽ ആണെങ്കിൽ തീറ്റയുടെ വാല്യൂ എന്താണ്? A.B എന്ന് പറയുന്നത് നമുക്കറിയാം AB cos θ, A×B എന്ന് പറയുന്നത് AB sin θ. AB കട്ട് ചെയ്ത് കളഞ്ഞാൽ cos θ = sin θ. കോസിൻ്റെയും സൈൻ്റെയും വാല്യൂ ഒരേപോലെ കിട്ടുന്ന ആംഗിൾ π/4 ആണ്, അല്ലെങ്കിൽ 45. അത് എഴുതി കഴിഞ്ഞാൽ ആ ഒരു മാർക്ക് കിട്ടും. നെക്സ്റ്റ് A-B ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ ഉണ്ടായിട്ട് പോലും അവർ ഈ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, A-B ഹോൾ സ്ക്വയർ എടുക്കുക മക്കളെ. അപ്പോൾ നമുക്കറിയാം മോഡ് A² എന്ന് പറഞ്ഞാൽ A.A ആണ്. A.A ആണ് മോഡ് A² അല്ലേ. A.A എന്ന് പറയുന്നതാണ് മോഡ് A². സോ മോഡ് A-B ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ മോഡ് A-B.A-B A × A എടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് A.B B മൾട്ടിപ്ലൈ ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും. A.A എന്ന് പറഞ്ഞാൽ മോഡ് A², A.B യും B.A യും സെയിം ആണ്. സോ അതുകൊണ്ട് 2 × A.B എന്ന് എഴുതി. B.B എന്ന് പറയുമ്പോൾ മോഡ് B². സോ ഇത് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. എല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ √5 എന്ന് കിട്ടും അതിൻ്റെ ആൻസർ. ഓക്കെ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ മക്കളെ കാർട്ടീഷ്യൻ ഇക്വേഷൻ. ഞാൻ ഇന്നലെ ഇതിൻ്റെ സെയിം വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്ന് കാർട്ടീഷ്യൻ ഇക്വേഷൻ എഴുതുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള കാര്യമാണ് മക്കളെ. R = A + λb. സോ R ഇങ്ങോട്ട് ഡയറക്റ്റ് ഇതിൽ നിന്ന് എഴുതി കഴിഞ്ഞാൽ കാർട്ടീഷ്യൻ ഇക്വേഷൻ കിട്ടും, വെക്ടർ ഇക്വേഷൻ കിട്ടും. ഇന്നലെ ഡിസ്കസ് ചെയ്ത സെയിം മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. ആംഗിൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെ എന്ന് പറയാം. B1 എഴുതുക, B2 എഴുതുക, B1.B2 എടുക്കുക, 16 കിട്ടും. എന്നിട്ട് ആംഗിളിൻ്റെ ഇക്വേഷൻ എഴുതുക, ഇട്ട് കൊടുക്കുക. കോസ് ഇൻവേഴ്സ് 16/√300 എന്ന് കിട്ടും. ഇനി അങ്ങനെ എഴുതിയില്ലെങ്കിൽ √6 × √50 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആൻസർ ആണ്. സോ അതാണ് നമ്മുടെ ആംഗിൾ. സോ സെക്കൻഡ് പാർട്ടിലേക്ക് കിടക്കുകയാണെങ്കിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ? മോഡ് എക്സ് കണ്ടിന്യൂസ് ആണ്, വി പോലെ ഇരിക്കുന്ന ഗ്രാഫാണ്, കണ്ടിന്യൂസ് ആണ്. ലോഗ് എക്സ് കണ്ടിന്യൂസ് ആണ്, 1/x കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് അല്ലാത്ത ഈ ഒരു സാധനമാണ് അത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ അല്ല. നിങ്ങൾ പലരും ആദ്യമായിട്ട് കാണുന്നതായിരിക്കും ചിലപ്പോൾ. നമ്മുടെ ഈ ലാബിനകത്തൊക്കെ ചിലർ കണ്ടു കാണും. സീൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ സീലിംഗ് ഫംഗ്ഷൻ എന്ന് പറയും. കണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുവാണ്. ഫ്ലോർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങോട്ട് താഴത്തേക്ക് ഇരിക്കും. താഴത്തേക്ക് ഈ ഒരു ബ്രാക്കറ്റ് ഫ്ലോർ ഫംഗ്ഷൻ, മുകളിൽ ബ്രാക്കറ്റ് വരുമ്പോൾ സീലിംഗ് എന്ന് പറയത്തില്ല. അതുപോലെ സീലിംഗ് ഫംഗ്ഷൻ രണ്ടും ഏകദേശം നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജറിൻ്റെ അതേ മോഡൽ തന്നെയാണ്. കണ്ടിന്യൂസ് അല്ല, വിട്ടായിരിക്കും പോകുന്നത്. സോ കണ്ടിന്യൂസ് അല്ലാത്തത് ആ സീലിംഗ് ഫംഗ്ഷനാണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കാനാണ് dy/dx. എക്സ് എടുത്ത് എഴുതുക. അതിനകത്ത് dy/dθ കണ്ടുപിടിക്കും. പാരാമെട്രിക് ആണ്. dy/dθ കണ്ടുപിടിക്കുമ്പോൾ a θ sin θ എന്ന് കിട്ടും. സോ അതേപോലെ a θ sin θ എന്ന് കിട്ടും. ഓക്കെ, dx/dθ a θ cos θ എന്ന് കിട്ടും. dy/dθ a θ sin θ എന്ന് കിട്ടും. dy/dx എന്ന് പറയുമ്പോൾ dy/dθ/dx/dθ വെട്ടിക്കളയുക. sin θ/cos θ tan θ എന്ന് കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു, വലിയ പാടൊന്നുമില്ലായിരുന്നു. അടുത്ത ഇച്ചിരി കൂടെ ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ. റെക്ടാങ്കുലർ ഷീറ്റ് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. എങ്കിലും മാക്സിമം കിട്ടുന്നത് നമ്മുടെ മാക്സിമൈസ് ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം കണ്ടുപിടിക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ്.
അപ്പോൾ ഇവിടെ 45 മീറ്ററാണ് റെക്ടാങ്കുലർ ഓഫ് ടിൻ ഷീറ്റ് 45 മീറ്റർ ബൈ 24 മീറ്റേഴ്സ് മെയ്ഡ് എന്ന് പറയുന്ന ലെങ്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. രണ്ട് സൈഡിൽ നിന്ന് എക്സ് മുറിച്ച് കളയുമ്പോഴത്തേക്കും 45 മൈനസ് എക്സ് 45 മൈനസ് 2x എന്ന് പറയും അതിൻ്റെ ലെങ്ത്. ബ്രെഡ്ത്ത് രണ്ട് സൈഡിൽ എക്സ് മുറിച്ച് കളയുമ്പോൾ 24 മൈനസ് 2x എന്ന് വരും. ഹൈറ്റ് എന്ന് പറയുമ്പോൾ എക്സ് തന്നെയായിരിക്കും, കാരണം മടക്കിയാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് പറഞ്ഞു കേട്ടോ കാര്യം. സോ അതിനെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് LBH ആണ്. L എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, B എന്ന് പറയുന്നത് കണ്ടുപിടിച്ചു, H എന്ന് കണ്ടുപിടിച്ചു. എല്ലാം കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ കിട്ടും, ക്യൂബിക് ഇക്വേഷൻ കിട്ടും. സോ അതിൻ്റെ വീണ്ടും അതിനെ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കിട്ടും. ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 എന്നിട്ട് കൊടുക്കണം അല്ലേ. ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 എന്നിട്ട് കൊടുക്കണം. നമ്മൾ മാക്സിമം കണ്ടുപിടിക്കുന്ന പോലെ തന്നെ. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടും x ഈക്വൽ ടു 18 x ഈക്വൽ ടു 5. ഓക്കെ, ഇനി x ഈക്വൽ ടു 18 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെഡ്ത്ത് നെഗറ്റീവ് ആകും. അങ്ങനെ ലെങ്തും ബ്രെഡ്ത്തും ഒരിക്കലും നെഗറ്റീവ് ആകത്തില്ല. അതുകൊണ്ട് -18 പോസിബിൾ അല്ല. അതുകൊണ്ട് നമ്മുടെ എക്സിൻ്റെ വാല്യൂ 5 ആയിരിക്കും. എക്സിൻ്റെ വാല്യൂ 5 ആയിരിക്കും. സോ മാക്സിമം അറ്റ് x ഈക്വൽ ടു 5 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, ചെയ്ത് വലിയ പാടൊന്നുമില്ല, പക്ഷേ ആ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും കറക്റ്റായിട്ട് എടുത്തില്ലെങ്കിൽ മുന്നോട്ടുള്ള ആൻസർ തെറ്റും. ഓക്കെ അല്ലേ? സംശയമുള്ളവർ വീഡിയോ ഒന്ന് പോസാക്കി നോക്കിയിട്ട് സ്റ്റെപ്പൊക്കെ നോക്കിക്കോ കേട്ടോ. വീഡിയോ പോസാക്കിയിട്ട് സ്റ്റെപ്പൊക്കെ നോക്കുക, കറക്റ്റാണ് കിട്ടിയതെന്നൊന്ന് ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് ഓഡ് ഫംഗ്ഷൻ ആണ്. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഡയറക്റ്റ് 0 എന്ന് എഴുതാം. ഓഡ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും f of -x is equal to -f of x എന്ന് കിട്ടുന്നതാണ് ഓഡ്. സോ ഇത് sin raised to 5 വന്നുകൊണ്ട് അത് ഓടാണ്, നോ പ്രോബ്ലം, അത് 0 ആണ്. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ ഒന്നാമത്തെ കുട്ടികൾക്ക് ടഫാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ മോഡുലസിൻ്റെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. അതൊക്കെ എടുത്ത് ചോദിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കറിയാൻ മേല. കുറച്ചധികം കുട്ടികൾ ഇച്ചിരി പ്രശ്നം നേരിട്ടിട്ടുണ്ട്. അതിൻ്റെ ആൻസർ ഇങ്ങനെ വരും മക്കളെ. സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. കറക്റ്റായിട്ട് എഴുതിയിട്ടുള്ളവർ നോക്കുക, ചെക്ക് ചെയ്യുക. ഞാൻ അതിനെപ്പറ്റി വിശദീകരിക്കുന്നില്ല. ഓക്കെ, കറക്റ്റായിട്ട് എഴുതിയിട്ടുള്ളവർക്ക് നോക്കാം. നമ്മുടെ മോഡുലസ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്ന പരിപാടിയാണ്. സോ പഠിച്ചിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ പ്രശ്നമില്ലാതെ എഴുതി കാണും. ചിലവർ ഒന്നാമത് ഇൻ്റഗ്രൽ പാടായതുകൊണ്ട് കുട്ടികൾ ഒന്നാമതെ ഇച്ചിരി പാടുപെട്ടാണ് പഠിക്കുന്നത്. സോ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചിന്തിക്കാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ. ഓക്കെ, നോ പ്രോബ്ലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏരിയ y² = 4x. അതിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. 9/4 കിട്ടും ആൻസർ. സെക്കൻഡ് നമ്മുടെ എലിപ്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ വിചാരിച്ച പോലെ തന്നെ അത് ഒന്നെങ്കിൽ എലിപ്സ് അല്ലെങ്കിൽ സർക്കിൾ, അതേ ചോദിക്കാറുള്ളൂ. A² 3 B 2 ആണ്. രണ്ടാമത്തെ എലിപ്സ് ആണ്, അറിയാമല്ലോ. നമ്മുടെ y ആക്സിസ് മേജറായിട്ടുള്ളതാണ് എലിപ്സ്. സോ 3/2 A² - x² എന്ന് എഴുതാം. മക്കൾ ഇങ്ങനെ വരുവാണെങ്കിൽ f of x എന്ന് പറഞ്ഞാൽ വൈയുടെ താഴെയുള്ളതിൻ്റെ റൂട്ട് ബൈ എക്സിൻ്റെ താഴെയുള്ളതിൻ്റെ റൂട്ട് ഇൻറ്റു റൂട്ട് ഓഫ് A² - x². അതാണ് അതിൻ്റെ ഇക്വേഷൻ. സോ 3/2 A² - A² എന്ന് പറഞ്ഞാൽ ഇവിടെ 4 ആണ്. A² - x². മക്കളെ എലിപ്സ് എന്ന് പറഞ്ഞാൽ ഇത് കിട്ടും. സോ മേജർ ഇതാണ്, മൈനർ ഇതാണ്. സോ മേജർ ആക്സിസ് എന്ന് പറയുമ്പോൾ 3ഉം ഇവിടെ -3ഉം ഇവിടെ 2ഉം ഇവിടെ -2ഉം ചെയ്ത് കാണും മിക്ക കുട്ടികളും. ഇത് ഷേഡ് പോർഷൻ കണ്ടുപിടിക്കാനാണ്. 0 to 2 കണ്ടുപിടിക്കുക. 4 ഇൻറ്റു ചെയ്യണം, കാരണം ഒരു പാർട്ടിനെ കണ്ടുപിടിച്ചിട്ട് ബാക്കി 4 പാർട്ടും കണ്ടുപിടിക്കണമെങ്കിൽ ഇൻറ്റു ചെയ്യണം. ആൻസർ നമുക്ക് തുടക്കം തന്നെ കിട്ടുമ്പോൾ അറിയാം, 3 × 2 6 പൈ. പക്ഷെ അതിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഇത്രയും സ്റ്റെപ്പ് ചെയ്യണം മക്കളെ. ആൻസർ 6 പൈ സ്ക്വയർ യൂണിറ്റ് എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആൻസർ ആണ്. നെക്സ്റ്റ് സോൾവിങ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. മക്കളെ പലരും ഇത് സ്കിപ്പ് ചെയ്ത് കാണും. ഹോമോജീനിയസ് ആണ്, ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് മക്കളെ. കാരണം y = vx എന്നിട്ട് കൊടുക്കുക, v + dv/dx എന്നൊക്കെ പറഞ്ഞ് ഇട്ട് കൊടുക്കേണ്ട പരിപാടിയാണ്. കുട്ടികൾ പലരും വിട്ട് കാണേണ്ട ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ചെയ്യാറുണ്ട്, പക്ഷേ ഉള്ളതിൽ വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റും. നമ്മുടെ ഇനി വരുന്ന ഇൻ്റഗ്രലിനെ വെച്ച് അപേക്ഷിക്കുകയാണെങ്കിൽ ഇത് വലിയ പാടില്ല. പക്ഷേ എങ്കിലും ഇത് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമുക്കിത് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത് എഴുതായിരുന്നു. മക്കളൊന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് നോക്കിക്കോളാം. കറക്റ്റ് ചെയ്തവർക്ക് ഇവിടം വരെ കിട്ടും. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. സ്റ്റെപ്പായിട്ട് ചെയ്ത് ഇവിടം വരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നോ പ്രോബ്ലം. ഇത് ഞാൻ വിശദീകരിക്കുന്നില്ല, കാരണം പല കുട്ടികളും ടഫായിട്ടുള്ളൊരു പോർഷനാണ് ഹോമോജീനിയസ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അടുത്ത സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഡയറക്റ്റ് ചോദിക്കുന്നതിന് പകരം ഇച്ചിരി കറക്റ്റ് തിരിച്ച് ചോദിച്ചിരിക്കുവാണ്. ഇത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. സോ x² + 1 കൊണ്ട് എല്ലായിടത്തും ഡിവൈഡ് ചെയ്താൽ മാത്രമേ അതിന് ലീനിയറിൻ്റെ ജനറൽ ഫോമിലേക്ക് മാറത്തുള്ളൂ. സോ എല്ലായിടത്തും ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സിൻ്റെ വൈയുടെ കൂടെയുള്ള ഈ ടേമാണ് അതിൻ്റെ y. p q എന്ന് പറയുന്ന റൈറ്റ് സൈഡിൽ കിടക്കുന്ന ആ വേരിയബിൾ. സോ IF കണ്ടുപിടിക്കുക. ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ e⁻p ഇൻ്റഗ്രൽ pdx 2x/1 + x². താഴത്തേൻ്റെ സെയിം ഡെറിവേറ്റീവ് മോളിൽ കിടക്കുന്നതുകൊണ്ട് e⁻log ഡിനോമിനേറ്റർ എന്ന് എഴുതാം. ഈ ലോഗും ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ 1 + x² കിട്ടും. സോ സൊല്യൂഷൻ്റെ ഇക്വേഷൻ ഇതാണ്. y × if = ഇൻ്റഗ്രൽ q × if. y × if നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. q × if, q നമ്മളിവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. × if എഴുതുമ്പോൾ ക്യാൻസൽ ചെയ്ത് കളയാം. സോ ഇത് റൂട്ട് x² + a² അല്ലെങ്കിൽ a² + x² ആണ്. ഡയറക്റ്റ് അങ്ങ് ഇട്ട് കൊടുത്താൽ നമ്മുടെ ആൻസറായി. ഓക്കെ ആണല്ലോ. അത് ചെയ്ത് കാണാൻ വലിയ പ്രശ്നമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ്
എ ബി സി ഡി എന്ന് പറയുന്ന 4 വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. അത് പൊസിഷൻ വെക്ടേഴ്സ് ആണ് മക്കളെ. അപ്പോൾ എ ബിയും സി ഡിയും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വലിയ പാടില്ല. എ ബി സി ഡി എന്ന് എടുത്തെഴുതി. എ ബി കണ്ടുപിടിക്കണമെങ്കിൽ ബി മൈനസ് എ കണ്ടുപിടിക്കുക. അപ്പോൾ എ ബി കിട്ടും. സി ഡി കണ്ടുപിടിക്കുക, ഡി മൈനസ് സി, അപ്പോൾ സി ഡി കിട്ടും. എ ബിയും സി ഡിയും കണ്ടുപിടിക്കുക. എ ബിയും സി ഡിയും കണ്ടുപിടിച്ച ശേഷം അതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ കണ്ടുപിടിക്കാനാണ്. സോ ആംഗിളിൻ്റെ ഇക്വേഷൻ എ ബി ഡോട്ട് സി ഡി അല്ലെങ്കിൽ എ ഡോട്ട് ബി ബൈ മോഡ് എ ഇൻറ്റു മോഡ് ബി ആണ്. സോ എ ബി ഡോട്ട് സി ഡി ബൈ മോഡ് എ ബി ഇൻറ്റു മോഡ് സി ഡി ആണ്. എ ബി ഡോട്ട് സി ഡി ഞാനിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. -36 ആണോ കിട്ടിയത് എന്ന് നോക്കുക. പിന്നെ എ ബി എന്ന് പറഞ്ഞാൽ √18, അതിനെ ഞാൻ ചെറുതാക്കി 3√2 എന്ന് എഴുതിയിട്ടുണ്ട്. സി ഡി എന്ന് പറഞ്ഞാൽ 6√2 എന്ന് ചെറുതാക്കിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ √72 ഇവിടം വരെ എഴുതിയാലും നോ പ്രോബ്ലം. അപ്പോൾ ആംഗിളിൻ്റെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക, വെട്ടിക്കളയുക. ഇങ്ങനെ ചെറുതാക്കുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റർ ചെയ്തവർക്കാണെങ്കിൽ വെട്ടിക്കളയുമ്പോൾ -1 കിട്ടി കാണും. കോസിൻ്റെ വാല്യൂ -1 കിട്ടുന്നത് പൈ ആണ്. സോ തീറ്റ പൈ എന്ന് എഴുതാം. തീറ്റ പൈ എന്ന് എഴുതിയില്ലെങ്കിലും ഇവിടം വരെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, മാർക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് എ ബിയും സി ഡിയും അവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡെഡ്യൂസ് ഇത് കൊളീനർ ആണെന്നൊന്ന് ചെക്ക് ചെയ്യണം. സോ എ ബി എടുത്തെഴുതി, സി ഡി എടുത്തെഴുതി. ഇതിൻ്റെ അകത്തുനിന്ന് ഒരു -2 പുറത്തേക്ക് എടുത്തപ്പോൾ നമുക്കിത് എ ബി തന്നെ കിട്ടി. സോ ഇത് -2 എ ബി തന്നെ എഴുതാമല്ലോ അല്ലേ. -2 ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തെടുത്തപ്പോൾ എ ബി തന്നെ കിട്ടിയെങ്കിൽ ഒരു വെക്ടറിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് മറ്റേ വെക്ടർ എഴുതാൻ പറ്റുമെങ്കിൽ അത് കൊളീനറാണ്. സോ എ ബിയും സി ഡിയും കൊളീനർ എന്ന് പറയാം. നെക്സ്റ്റ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഇതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല എന്ന് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞ അതേ ഒരു 13 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുമെന്ന് പറഞ്ഞ് ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഏകദേശം ഒരു 10 മാർക്കിൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റി കാണും. മക്കളെ A1 B1 A2 B2 ഒക്കെ എഴുതുക. ആദ്യം A2 - A1 കണ്ടുപിടിക്കുക. B1 പിന്നെ B1 × B2 കണ്ടുപിടിക്കുക. മക്കളെ ഇങ്ങനെ കിട്ടിക്കാണും. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് √116 കിട്ടിക്കാണും. ടെക്സ്റ്റ് ബുക്കിലെ സെയിം ക്വസ്റ്റ്യനാണ്. പിന്നെ അത് നമ്മൾ ഡോട്ട് എടുക്കുമ്പോൾ -116 കിട്ടിക്കാണും. സോ അതിൻ്റെ ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എഴുതുക, ഇട്ട് കൊടുക്കുക. 116/√116 എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, സെറ്റാണ്. വേണേൽ കട്ട് ചെയ്തിട്ട് √116 എന്ന് എഴുതാം. ഇവിടം വരെ എഴുതിയിട്ടുണ്ടെങ്കിലും നോ പ്രോബ്ലം, ഓക്കെയാണ്. നെക്സ്റ്റ് ലാസ്റ്റ് എസ്എ ക്വസ്റ്റ്യൻസ് ആണ്. പ്രശ്നമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അവർ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ചിലർ മറന്നുപോയി കാണും. വേറെ ഒന്നുമല്ല, എയും എക്സും ബിയും എഴുതിയ ശേഷം ഡിറ്റർമിൻ്റെ 0 അല്ലെങ്കിൽ അത് കൺസിസ്റ്റൻ്റ് ആണ്. ഡിറ്റർമിൻ്റെ നോട്ട് ഈക്വൽ 0 ആണ്, കൺസിസ്റ്റൻ്റ് ആണ്. അത് എഴുതിയില്ലെങ്കിലും ടീച്ചേഴ്സ് മാർക്കൊക്കെ തരും. കാരണം മുന്നോട്ടെങ്കിൽ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. കോ ഫാക്ടർ ഇങ്ങനെ കണ്ടുപിടിച്ചു, അഡ്ജിയെ ഇങ്ങനെ കണ്ടുപിടിച്ചു, എ ഇൻവേഴ്സ് നിങ്ങൾ കണ്ടുപിടിച്ചു. അതിനുശേഷം x = A ഇൻവേഴ്സ് ബി എഴുതി. എക്സിൻ്റെ വാല്യൂ 1 2 3 കിട്ടിയിട്ടുണ്ടെങ്കിൽ മക്കളെ 6 മാർക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടും. 6 മാർക്ക്. അത് മിക്കവരും നല്ല എല്ലാവരും തന്നെ അത് ശരിയാക്കി കാണും. ഓക്കെ, നെക്സ്റ്റ് 18ാമത്തെ ക്വസ്റ്റ്യൻ f(x) ഇത് ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ ചോദിച്ചിട്ടുണ്ട്. മക്കൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ f' എന്ന് പറയുമ്പോൾ 1 - sin x എന്ന് കിട്ടും. സോ sin x എന്ന് പറയുന്നത് sin x ൻ്റെ ഡൊമൈൻ -1 to 1 ആണ്. സോ ഇവിടെ -1നും 1നും ഇടയ്ക്കുള്ള ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും ഇത് എപ്പോഴും പോസിറ്റീവേ കിട്ടത്തുള്ളൂ. 0 കിട്ടും, 1 ഇട്ട് കൊടുത്താൽ 0 കിട്ടും. 0 അല്ലാതെ ഈ -1നും 1നും ഇടയ്ക്കുള്ള ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ പോസിറ്റീവ്. കാരണം -sin x അല്ലേ. അപ്പോൾ എന്തായാലും ഇത് >= 0 ആയിരിക്കും. അതുകൊണ്ട് അത് ഇൻക്രീസിങ് ആയിരിക്കും, ഓൾവേസ് ഇൻക്രീസിങ്. ഓക്കെ, ഓൾവേസ് ഇൻക്രീസിങ് ആയിരിക്കും. സെക്കൻഡ് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. dr/dt തന്നിട്ടുണ്ട്. ഇൻക്രീസിങ് റേഡിയസ് ഇൻക്രീസിങ്ങിൻ്റെ റേറ്റ് തന്നിട്ടുണ്ട്. dr/dt വോളിയം എയർ ബബിൾ ആകുമ്പോഴത്തേക്ക് സ്പിയർ ആണ്. വോളിയത്തിൻ്റെ ചേഞ്ച് കണ്ടുപിടിക്കുക, dv/dt കണ്ടുപിടിക്കുക. ഇക്വേഷൻ എഴുതുക, 2πr² കിട്ടും. 6 1 തന്നിട്ടുണ്ട്. സോ 6 1 ഇട്ട് കൊടുക്കുക. 2π cm3/s എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം കണ്ടുപിടിക്കാനാണ്. ഡയറക്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ്. f(x) എഴുതുക, f'(x) കണ്ടുപിടിക്കുക. x² മൈനസ് ഇതിൻ്റെ അകത്ത് ഞാൻ -3 പുറത്തെടുത്തപ്പോൾ ഇത് x² -4 എന്ന് കിട്ടി. അതിനെ x+2 × x-2 എന്ന് എഴുതാം. സോ f'(x) = 0 എന്ന് കൊടുക്കുക. അപ്പോൾ ഇത് -3 അപ്പുറത്തേക്ക് പോകുമ്പോൾ 0 ആകും. സോ x+2 = 0 അല്ലെങ്കിൽ x-2 = 0. സോ x = -2 അല്ലെങ്കിൽ 2 എന്ന് കിട്ടും. സോ f'(x) സെക്കൻഡ് ഡെറിവേറ്റീവ് -6 എന്ന് കിട്ടും. സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കണം. സോ അതിനുവേണ്ടി നമ്മൾ ഡെറിവേറ്റീവിനകത്ത് സെക്കൻഡ് ഡെറിവേറ്റീവ് അത് -2 ഇട്ട് കൊടുത്തു. സോ 12 കിട്ടി, മിനിമം ആണ്. ഇവിടെ 2 ഇട്ട് കൊടുത്തപ്പോൾ മാക്സിമം കിട്ടി. സോ മാക്സിമം മിനിമം എന്ന് മനസ്സിലായി. എത്രയാണ് മാക്സിമം വാല്യൂ അല്ലെങ്കിൽ മിനിമം വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഫംഗ്ഷനകത്ത് നമ്മളെ വാല്യൂ ഇട്ട് കൊടുത്ത് -2 ഇട്ട് കൊടുത്തപ്പോൾ -11 കിട്ടി. സോ ലോക്കൽ മിനിമം എന്ന് പറയുന്നത് -11 ആണ്. @x = -2. അടുത്തത് 2 ഇട്ട് കൊടുത്തു. 2 ഇട്ട് കൊടുത്തപ്പോൾ 21 കിട്ടി. സോ ലോക്കൽ മാക്സിമം 21 ആണ്. @x = 2. അത് കിട്ടിക്കാണും മക്കളെ അല്ലേ. സോ 19ാമത്തെ ക്വസ്റ്റ്യൻ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ്റഗ്രലിലാണ്. ഫസ്റ്റത്തെ വലിയ പാടില്ല, സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോഴത്തേക്കും tan x - sec x എന്ന് കിട്ടും. സെക്കൻഡ് ഇച്ചിരി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് പലരും വിട്ട് കാണും, കാരണം അത് കുറേ ചെയ്യാനുണ്ട്. കണ്ടല്ലോ മക്കളെ, ആദ്യം ഇങ്ങനെ എഴുതി. സോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ +2x - 2x എന്ന് ആഡ് ചെയ്തു. അപ്പോൾ അതിനെ ഇത് x+1² എന്ന് എഴുതാം.
സോ ഇ റേസ് ടു എക്സ് അകത്തേക്ക് ഇൻറ്റു ചെയ്തു, കണ്ടല്ലോ, എന്നിട്ട് വെട്ടിക്കളഞ്ഞു. ഓക്കെ, പിന്നെ ഇ റേസ് ടു എക്സ് ഇത് ഇ റേസ് ടു എക്സ് ഡി എക്സ് എന്ന് പറയുമ്പോൾ ഇ റേസ് ടു എക്സ് തന്നെയാണ്. സോ ഇത് ഇ റേസ് ടു എക്സ് 2x ബൈ എന്ന് കിട്ടും. സോ ഇവിടെ ഞാൻ +1 -1 ആഡ് ചെയ്യുന്നു. ഇവിടെ 2 ഞാൻ പുറത്തേക്ക് എടുത്തു കേട്ടോ. സോ എക്സിൻ്റെ കൂടെ +1 -1 ആഡ് ചെയ്തു, എന്നിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി x+1 ഇത് പിന്നെ -1 ബൈ ഇത് എന്ന് എഴുതി. x+1 ഒരെണ്ണം കൂടെ കട്ട് ചെയ്ത് കളഞ്ഞു. 1/x+1 ഇത് -1 ബൈ x+1 ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇ റേസ് ടു എക്സ് ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് ആണെങ്കിൽ ആൻസർ ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്. സോ ആ രീതിയിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഇവിടെ കിടക്കുന്നത്. സോ ഇ റേസ് ടു എക്സ് എഫ് ഓഫ് എക്സ് എന്ന് ഇടാം. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ കുറച്ചുണ്ടായിരുന്നു ചെയ്യാൻ, അത് കുറച്ച് കുട്ടികൾ ചെയ്ത് കാണാൻ സാധ്യതയുള്ളൂ മക്കളെ. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, 2 മാർക്കിന് ചോദിച്ചതാണ്. അതൊരു ശരിക്കും പറഞ്ഞാൽ 4 മാർക്കിന് ആ ഒരൊറ്റ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാനുണ്ട്. 2 മാർക്കിന് എന്താ ചോദിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, അടുത്തതും 3 മാർക്കിലല്ല, അതൊരു 4 മാർക്കിൻ്റെ കൂടുതൽ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ആണെങ്കിലും ഓക്കെ, അത് ഇങ്ങനെ ചെയ്യുക. 5x+3 ന്യൂമറേറ്ററിനെ a ഇൻറ്റു ഡെറിവേറ്റീവ് ഡിനോമിനേറ്റർ പ്ലസ് ബി എന്ന് എഴുതി. സോ എനെയും ബിനെയും ഞാൻ ചേഞ്ച് ചെയ്തു. സോ 5x+3 അതിനെ ഇങ്ങനെ എഴുതി, സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. മക്കളെ ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ. കൂടുതലൊന്നും പറയാനില്ല. ഇവിടുത്തെ 2 2 വേണേൽ വെട്ടിക്കളഞ്ഞിട്ട് 5 × √ഓഫ് എന്ന് എഴുതാം. ഇതായിരിക്കും എൻ്റെ ഫൈനൽ ആൻസർ. മക്കളെ ആൻസർ കീ മാത്രമായിട്ടാണ്, സ്റ്റെപ്പ് ഒന്നും ഞാൻ പറയുന്നില്ല, കൂടുതൽ വിശദീകരിച്ച് പോകുന്നില്ല കേട്ടോ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. വെക്ടറിൽ നിന്നായിരുന്നു. എയും ബിയും തന്നിട്ട് എ ബി കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ b - a സിമ്പിളായിട്ട് എ ബി കിട്ടും. അതിൻ്റെ മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിക്കുക, യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനാണ്. സോ ആ വെക്ടർ ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ a + b a - b പെർപെൻഡിക്കുലർ ആണെന്ന് തെളിയിക്കാനാണ്. a + b a - b കണ്ടുപിടിക്കുക, അത് തമ്മിൽ ഡോട്ട് 0 ആണെങ്കിൽ പെർപെൻഡിക്കുലർ ആണ്. ഡോട്ട് എടുത്തു 0 കിട്ടി. സോ അത് പെർപെൻഡിക്കുലർ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഏരിയ ഓഫ് പാരലോഗറാണ് ചോദിച്ചത്. ഓക്കെ, ഏരിയ ഓഫ് പാരലോഗ് എന്ന് പറയുമ്പോൾ എയും ബിയും തന്നിട്ടുണ്ട്. സോ അതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുത്തു, a×b കണ്ടുപിടിച്ചു. a×b കിട്ടി, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തു √450. ഏരിയയുടെ ഇക്വേഷൻ, പാരലോഗത്തിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ മോഡ് a×b ആണ്. സോ അത് തന്നെയാണ് √450 സ്ക്വയർ യൂണിറ്റ്സ്. മക്കൾ ഇത്രയായിരുന്നു ക്രിസ്മസ് എക്സാമിന് ഇന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ്. പെട്ടെന്ന് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോയത്, ഒന്നാമത് നിങ്ങൾക്ക് നാളെ കെമിസ്ട്രി എക്സാം ആണ്. ആൻസേഴ്സ് ഒന്ന് അറിയുക, അതെങ്ങനെ വന്നു എന്നൊക്കെ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. എത്ര പേർക്ക് ശരിയായി അല്ലെങ്കിൽ എത്ര മാർക്ക് കിട്ടും എന്നൊക്കെ അതൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് പെട്ടെന്ന് ആൻസർ കീ ആയിട്ട് വന്നത് മക്കളെ. ഇത്രയൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും എന്നുള്ള ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ ടെൻഷനൊന്നും അടിക്കണ്ട, പക്ഷേ നിങ്ങളുടെ ഫൈനൽ എക്സാം ഇതേ മോഡൽ തന്നെ ആയിരിക്കും. കുറച്ചും കൂടെ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിരിക്കും എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് മക്കളെ. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക, 2 മാസം കൊണ്ട് നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എക്സാം നന്നായിട്ട് എഴുതും മക്കളെ. അടുത്ത എക്സാം നന്നായിട്ട് പൊളിച്ചെഴുതുക കേട്ടോ. ഇതിനെപ്പറ്റി ഒന്നും ടെൻഷൻ അടിക്കണ്ട. തോറ്റു പോട്ടെ, നമുക്ക് ഫൈനൽ എക്സാം നല്ല രീതിയിൽ പഠിച്ച് മാർക്ക് വാങ്ങാം. നിങ്ങൾക്ക് വേണ്ടി ഇഷ്ടം പോലെ ടീച്ചേഴ്സും യൂട്യൂബേഴ്സും യൂട്യൂബിലെ എഡ്യൂക്കേറ്റേഴ്സ് ഒക്കെ രാവും പകലും ഒക്കെ ഇരുന്ന് ക്ലാസ് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി. ഭയങ്കരമായൊരു എഫേർട്ടാണ്. പക്ഷേ അവർക്കൊക്കെ ഈ ക്വസ്റ്റ്യൻ കണ്ട് കുട്ടികൾക്ക് ടഫാന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വിഷമം ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. എന്തായാലും കുഴപ്പമില്ല, നിങ്ങളെ സഹായിക്കുക ഇഷ്ടംപോലെ പേരുണ്ട് മക്കളെ. 2 മാസം നിങ്ങളുടെ മുന്നിലുണ്ട്. ധൈര്യമായിട്ട് പഠിക്കുക, മുന്നേറുക, നല്ല മാർക്ക് വാങ്ങുക. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.